രാഷ്ട്രീയത്തിലെ ചുവടുമാറ്റത്തിൻ്റെ കൗതുകകരമായ ഒരു കഥയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം ഉള്ളതും അനേക വർഷം നിയമസഭാ സാമാജികൻ ആയിരുന്നയാളുമായ പൂഞ്ഞാർ മുൻ MLA ശ്രീ PC ജോർജിൻ്റെ കളംമാറ്റമാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ ഒരു മുന്നണിയുടെയും ഭാഗമല്ലാതെ ഒറ്റയാൾ പട്ടാളമായി നിൽക്കുകയാണ്. അദ്ദേഹം രൂപീകരിച്ചതായിട്ടുള്ള ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മകനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് കൗൺസിൽ അംഗമായിരിക്കുന്ന അഡ്വക്കേറ്റ് ഷോൺ ജോർജുമാണ് ആ ജനപക്ഷം പാർട്ടിയുടെ മുഖ്യ തലപ്പത്തുടിക്കുന്ന നേതാക്കന്മാർ. ഇന്ന് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത ശ്രീ PC ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള ജനപക്ഷം ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്നില്ലെങ്കിലും എല്ലാവർക്കും വളരെ ആസ്വദിക്കാൻ പറ്റിയൊരു വാർത്തയാണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാവർക്കും അറിയാം, ശ്രീ PC ജോർജ് കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ ഒരു അസ്തിത്വ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹം പലവട്ടം ഒളിഞ്ഞും തെളിഞ്ഞും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകാനായി ശ്രമിച്ചിട്ടും ഇരു മുന്നണികളും സ്വീകരിക്കാതെ പോയതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ജനപക്ഷം എന്ന പാർട്ടി രൂപീകരിച്ച് തൻ്റെ അസ്തിത്വം ഉറപ്പിക്കാനായി ശ്രമിച്ചത്. അതും അമ്പേ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് രാഷ്ട്രീയമായ വിലയിരുത്തൽ. എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഉൾപ്പെടുന്നതായ സഭയുടെ പിന്തുണയിലാണ് അദ്ദേഹം എക്കാലവും പൂഞ്ഞാറിലൊക്കെ മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്നത്. ചീഫ് വിപ്പായി പോലും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയ ആളാണ്. അനേക വർഷങ്ങൾ നിയമസഭാ അംഗമായിരുന്നു. അന്നൊക്കെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അദ്ദേഹം ഉൾപ്പെടുന്ന കത്തോലിക്ക സഭയാണ് എന്നത് ഒരു പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ഇപ്പോൾ സഭയുടെ ഒരു തരത്തിലുള്ള ഒരു സ്വാധീനമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാനായി കഴിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. കത്തോലിക്ക സഭ അദ്ദേഹത്തെ അവരുടെ ഭാഗമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി അംഗീകരിക്കുന്നില്ല. സാന്ദർഭികമായി പറയട്ടെ, അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ബിഷപ്പ് ഫ്രാങ്കോയുടെ പേരിൽ മുൻപുണ്ടായ ചില വളരെ മോശകരമായിട്ടുള്ള സംഭവങ്ങളും അതിനോട് ബന്ധപ്പെട്ട കേസിലുമൊക്കെ ശ്രീമാൻ PC ജോർജ് എടുത്ത നിലപാടൊക്കെ സഭയ്ക്കൊക്കെ വളരെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്കിട നൽകിയിട്ടുണ്ട്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പൂഞ്ഞാർ മണ്ഡലത്തിലെ പ്രബല സഭാവിഭാഗമായിട്ടുള്ള ഈ കത്തോലിക്ക സഭാ വിഭാഗത്തിനും വളരെയേറെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഈ സാഹചര്യത്തിലൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ചെന്ന് പെട്ടിരിക്കുന്നത്. എന്തായാലും വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇരു മുന്നണിയും അദ്ദേഹത്തെ സ്വീകരിക്കുകയില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ സാധാരണ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ കടുത്ത അനിശ്ചിതത്വത്തിലാണ് എന്നതിനെക്കുറിച്ചും എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഒന്നാമത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ആശങ്ക. രണ്ട്, കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ അദ്ദേഹത്തിന് ഇടമില്ലാതിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാണ് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു അത്താണിയായി എന്തെങ്കിലും ഒരു അഭയസ്ഥാനം കിട്ടുമോ എന്ന് അന്വേഷിച്ച് കുറേ കാലങ്ങളായി അദ്ദേഹം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളുമൊക്കെ എല്ലാവരിലും കൗതുകവും ഉത്കണ്ഠയും ആശങ്കയും ഭയവും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹം നമുക്ക് ലബ്ധപ്രതിഷ്ഠനായ ഭാഷാപ്രയോഗത്തിൽ ഒരു മുൻ മന്ത്രിയായ ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ MLAയുടെ ഭാഷയെപ്പോലും ചിലപ്പോൾ അദ്ദേഹം കടത്തിവെട്ടിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ MLAയുടെ ഭാഷ അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ ഇന്നും ഇന്നലെയും ഒക്കെ നിയമസഭയിൽ അകത്തും പുറത്തുമൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നതിനേക്കാൾ വേഗത്തിൽ പിൻവലിക്കാനും സമർത്ഥനാണ്. ഏതാണ്ട് അദ്ദേഹവുമായിട്ടൊക്കെ ഒരളവ് വരെ സാദൃശ്യപ്പെടുത്തുന്ന
തനത് ഭാഷാ ശൈലി ഉള്ള ഒരാൾ കൂടിയാണ് ശ്രീ പി സി ജോർജ് എന്ന സംഗതി വശാൽ പറഞ്ഞു പോകുന്നത് ദോഷമല്ല എന്നാണ് വിചാരം. എന്തായാലും ഈ പറയുന്ന ചുവടുമാറ്റം കൊണ്ടോ കൂടുമാറ്റം കൊണ്ടോ അദ്ദേഹത്തിനോ അദ്ദേഹത്തെ ഉൾക്കൊള്ളുമെന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കോ കാര്യമായ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ പി സി ജോർജ് പത്തനംതിട്ട പാർലമെൻറ്റ് നിയോജകത്തിൽ മത്സരിക്കും എന്നാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ച് അതിൻ്റെ രാഷ്ട്രീയ സാമുദായിക പശ്ചാത്തലം നോക്കുമ്പോൾ അത് ഈ കത്തോലിക്ക സഭയേക്കാൾ ഉപരിയായി മറ്റ് സഭാ വിഭാഗങ്ങൾക്കും നിർണായകമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. അപ്പോൾ അവിടുത്തെ ക്രൈസ്തവ സഭാ അംഗങ്ങൾ ഒരു നിർണായകമായ വോട്ട് ബാങ്കാണ്. അവർക്ക് അവിടുത്തെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിലും പരാജയപ്പെടുത്തുന്നതിലും നിർണായകമായ ഒരു പങ്ക് ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ബി ജെ പിയുടെ പ്രാതിനിധ്യം സ്വീകരിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു ആൾ അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. ആ ആശയക്കുഴപ്പങ്ങൾക്കൊന്നും അതുകൊണ്ട് പ്രയോജനമുണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്കോ പി സി ജോർജിനോ സാധിക്കുമെന്ന് നിലവിലുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരുതുക വയ്യ. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുന്നത് വലിയ ഒരു സംഭവം തന്നെയാണ്. അസാധ്യമെങ്കിലും പരാജയപ്പെട്ടാലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു അസ്തിത്വത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ബി ജെ പിയുടെ ലേബലിൽ അദ്ദേഹം പരാജയപ്പെട്ടാൽ പോലും അദ്ദേഹത്തിന് ബി ജെ പി വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹതാപത്തിൻ്റെ പേരിൽ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. അതൊക്കെ ദൂരെ കൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ചുവടുമാറ്റത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം ജനപക്ഷം പിരിച്ചുവിട്ടുകൊണ്ട് ബി ജെ പിയിൽ ലയിക്കുമെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായി തീരും. നമുക്കെല്ലാവർക്കും അറിയാം, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ക്രൈസ്തവ സഭയിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി പലവിധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഈ അടുത്ത കാലത്ത് കണ്ട അത്യന്തം ഹീനകരമായ ഒരു സംഗതിയാണ് ഒരു ഓർത്തഡോക്സ് സഭയിലെ വൈദികനെയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന 10-40 കുടുംബാംഗങ്ങളെയും ഒക്കെ ബി ജെ പിയിൽ ചേർത്തതായിട്ടുള്ള കഥ. അതിൻ്റെ ഫലമായി ആ വൈദികനുണ്ടായ അവസ്ഥാന്തരം എന്താണെന്നുള്ളതും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ആ വൈദികനെക്കുറിച്ചോ അദ്ദേഹത്തോടൊപ്പം ബി ജെ പിയിൽ ചേർന്ന ആളിനെക്കുറിച്ചോ ആരും ഓർക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. അപ്പോൾ എല്ലാ മാർഗവും സ്വീകരിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൽ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ശ്രമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി വേണം പി സി ജോർജിനെ ഉൾക്കൊള്ളാനായി അവർ നടത്തുന്ന നീക്കങ്ങൾ എന്ന് വേണം വിലയിരുത്താൻ. ഈ വിഷയം തന്നെയാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമീപനം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂരിലും പ്രതീക്ഷിക്കുന്നത്. അവിടെയും നേരത്തെ പലവട്ടം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ പറഞ്ഞതുപോലെ തൃശ്ശൂരെ നിർണായകമായ ഒരു സ്വാധീനമാണ് അവിടുത്തെ ക്രൈസ്തവ സമൂഹം. ആ ക്രൈസ്തവ സമൂഹത്തിൽ അവിടുത്തെ ബിഷപ്പന്മാരെയും സഭാ നേതാക്കന്മാരെയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്റ്റാർ സ്ഥാനാർത്ഥിയായ ശ്രീ സുരേഷ് ഗോപിയെ എന്ത് വില കൊടുത്തും തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിക്കണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ അജണ്ട. അതിനുവേണ്ടിയാണ് മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത വിധം കണ്ടിട്ടില്ലാത്ത വിധം ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 ആഴ്ച ഇടവിട്ട് അവിടെ സന്ദർശിച്ച് റോഡ് ഷോയും ക്ഷേത്ര സന്ദർശനവും ഒക്കെ നടത്തി മടങ്ങിപ്പോയിട്ടുള്ളത്. ഏതായാലും ബി ജെ പി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഉദ്ദേശശുദ്ധിയില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അധികപ്പറ്റാവുകയില്ല. ഏതായാലും പി സി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയോ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ആസ്തിയായിരിക്കുകയില്ല, അതൊരു ബാധ്യതയായി തന്നെ തീരുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ കണക്ക് കൂട്ടുന്നത്. എന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽവിലാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ബി ജെ പിയുടെ ഭാഗമായി മുൻപൊക്കെ ചേർന്ന ക്രൈസ്തവ നേതാക്കൾക്കുണ്ടായ ദുരന്തം അദ്ദേഹത്തിനും ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെയും ടോം വടക്കൻ്റെയും
ഒക്കെ ഇന്നത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ആ ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം ചെന്ന് വീണ് പതനം നടത്തി അദ്ദേഹത്തിൻ്റെ ഉള്ള മാന്യത കൂടെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയക്കുന്നവരുമുണ്ട്. ഏതായാലും ഒരു ഗത്യന്തരമില്ലാതെ മുങ്ങിച്ചാകാൻ പോകുന്നവൻ കച്ചിൽ തുരുമ്പിലും വൈക്കോൽ തുരുമ്പിലും പിടിക്കുമെന്ന് എന്ന് ചൊല്ലുള്ളത് പോലെ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഈ ലേലത്തിലൂടെ നഷ്ടപ്പെടാൻ അദ്ദേഹത്തിനൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടാനുള്ളതേ ഉള്ളൂ. എന്നാൽ BJPക്ക് ഒരു പക്ഷേ ഇതിൻ്റെ പേരിൽ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അവരുടെ സൽപ്പേരിന് പോലും ഒരുപക്ഷെ ചില കറുത്ത അടയാളങ്ങൾ പതിച്ചു എന്ന് വന്നേക്കാം. ഏതായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഈ ലേലം പൂർണ്ണമായി നടപ്പാകുമോ, അഥവാ ലയിച്ചാൽ തന്നെ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് BJP സ്ഥാനാർത്ഥിത്വം കൊടുക്കുമോ? അദ്ദേഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ BJPയിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ സ്വാതന്ത്ര്യപ്പെടുത്തി കൂടെ നിർത്തുമോ തുടങ്ങിയ ചോദ്യങ്ങളുടെ ഉത്തരമാണ് വരും ദിവസങ്ങളിൽ പൊതുസമൂഹവും രാഷ്ട്രീയ വൃത്തങ്ങളും മാധ്യമങ്ങളും ജിജ്ഞാസയോടുകൂടെ കാത്തിരിക്കുന്നത്.